ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ടോണിയെ കെട്ടിപ്പിടിച്ചിട്ട് ഷെറിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം ടോണിയോട് സംസാരിക്കുന്നുണ്ട്. ടോണിയാണെങ്കിൽ ആ സമയത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവളുടെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഒരു തവണ കൈ അവളുടെ ദേഹത്ത് പതിക്കാൻ നോക്കി, പിന്നെ വേണ്ടാന്ന് വെച്ച് ടോണി മിണ്ടാതെ നിൽക്കുവാണേ. അതിനുശേഷം ഷെറിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ടോണി ചേർത്ത് പിടിക്കുന്നുണ്ട് ഷെറിനെ. രണ്ടുപേരും കൂടെ വിഷമത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആൻസി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ രേവതിക്കുട്ടിയും മാമച്ചനെയും ആണ്. അവർ കാറിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ടോണിച്ചേനെ കാണാനില്ലല്ലോ, നമുക്ക് ഇറങ്ങി നോക്കിയാലോ എന്നൊക്കെ രേവതിക്കുട്ടി സംസാരിക്കുന്നുണ്ട്. ടോണി പറയാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ എന്നൊക്കെ പറയുവാണേ. ഇത് കുട്ടിയോട് ഗ്രേസമ്മ പറയുവാണ്, ചില സമയം എനിക്ക് തോന്നാറുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധി നിനക്കാണെന്ന്. സമയത്ത് എനിക്ക് തോന്നും തനി പൊട്ടിയാണ് നീ എന്ന് രേവതിയോട് പറയുന്നുണ്ട്. കുട്ടി കുറച്ച് പരിഭവത്തിൽ പറയുവാണേ. നീ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ശേഷം കാണുന്നതെന്ന് വെച്ചാൽ ഒരു ജീപ്പിൽ നിന്നും വന്നിറങ്ങുന്നുണ്ട് ഷെറിന്റെ പപ്പയും സഹോദരനും. ഇറങ്ങിയ ഉടനെ ആ കാറിലേക്കാണ് നോക്കുന്നത്. കാറിലാണെങ്കിൽ രേവതിക്കുട്ടിയും മാമച്ചേനും ഗ്രേസമ്മയൊക്കെയല്ലേ ഇരിക്കുന്നത്. എന്റെ പപ്പ ഇറങ്ങുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ വണ്ടിയാ ഈ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ആളുകളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ആ ടോണി വന്നതാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ചേട്ടൻ പറയുവാണ്, ഇത് ആരെന്ന് മനസ്സിലാകുന്നില്ലല്ലോ, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പയും വിളിച്ചിട്ട് പോകുവാണേ. അച്ഛമ്മ ചോദിച്ചിട്ടുണ്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മാമച്ചേൻ പറയുവാണ്, ഇതാണ് ഷെറിന്റെ പപ്പയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷെറിന്റെ പപ്പയും ആൽബിച്ചാനും കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. സമയം ടോണി അവിടുത്തെ സെറ്റിൽ ഇരിപ്പുണ്ട്. സമയം അവിടെ റോബിച്ചനും ഉണ്ടായിരുന്നല്ലോ. ചേനോട് ചോദിക്കുവാണ്, ഇവൻ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് കയറി വന്നത്. സമയത്ത് ടോണി പറയുവാണ്, ഞാൻ ആരോടും അനുവാദം ചോദിച്ചിട്ടില്ലായിരുന്നു. സമയം ഇത് ഷെറിന്റെ പപ്പ പറയുവാണ്, ഞാൻ എൻ്റെ മകനോട് സംസാരിക്കുകയാണ്, അതിനുശേഷം നിനക്ക് ഞാൻ അവസരം തരാമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ ആ സമയത്ത് പറയുവാണ്, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അകത്തേക്ക് കയറിയതെന്ന്. ഓ, നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് ടോണിയോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, എനിക്ക് ഷെറിനെ കാണണം, പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്നും എനിക്കറിയണം പറയുവാണേ ടോണി. ആ സമയത്ത് ഷെറിന്റെ പപ്പ പറയുവാണ്, ഒന്നാമത്തെ കാര്യം നീ കണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ കാര്യം അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്നിങ്ങനെ ആൽബിച്ചൻ പറയുവാണേ. എന്നിട്ട് ടോണി ചോദിക്കുകയാണ്, നിങ്ങളെന്താ അതിനെ കാശ് കൊടുത്ത് വിറ്റോ, അതിനെ കൊന്നു കുഴിച്ചു മൂടിയോ? ടോണി ചോദിക്കുന്നുണ്ട്. അതൊന്നും നിനക്കറിയേണ്ട കാര്യം ഇല്ലല്ലോ, നീ അവളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ടോണീനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സമയം ടോണി ചോദിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പ്രസവിച്ച് അവളെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സഹിച്ച് എന്റെ കൂടെ പൊറപ്പിക്കണമായിരുന്നു എന്നൊക്കെയാണ് ടോണി അവരോട് പറയുന്നത്. അതുപോലെ തന്നെ ഷെറിന്റെ കുഞ്ഞ് എവിടെയെന്ന് അറിയണം. പക്ഷെ ആ സമയത്ത് അവരതൊന്നും പറയാനേ തയ്യാറായിട്ട് നിൽക്കുന്നതല്ല. ടോണി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൽബിച്ചാനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ടോണിയോട്. ആ ദേഷ്യമൊക്കെ കണ്ടുകൊണ്ട് ചോദിക്കുവാണ് ടോണി, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ദേഹത്ത് കൈവയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ? കൈവച്ച് നോക്ക്, ഞാൻ സർക്കിളിൽ കയറിയിട്ടാ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ എന്റെ ദേഹത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക്. ഇതിനുള്ള പണിയല്ല പിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സമയത്ത് ആൽബിച്ചൻ ഒന്ന് അടങ്ങുന്നുണ്ട്. എന്തായാലും ടോണി രണ്ടും കൽപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ കാറോ ഗിഫ്റ്റോ ഇതൊക്കെയാണ് സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടീനെയാണല്ലോ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത്. പറയുവാണ്, അതേതായാലും നന്നായി, കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണിന് പ്രസവിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ടോണി പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൽബിച്ചാൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സമയത്താണ് ടോണിനെ കൈവയ്ക്കാനൊക്കെ ഒരുങ്ങുന്നത്. രണ്ടും കൽപ്പിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഷെറിന്റെ അച്ഛൻ അവരെ രണ്ടുപേരും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പറയുവാണ്, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, നമുക്ക് ഉടക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഷെറിന്റെ കുഞ്ഞിനെയാണല്ലോ അന്വേഷിക്കുന്നത്. അതിന്റെ ആ വാക്കു കേൾക്കുമ്പോൾ റോബിച്ചൻ പറയുവാണ്, അവൻ ആ എറണാകുളത്തുള്ളവരെയും കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പാലാരിവട്ടത്തുള്ളവരോ? അവരുടെ മകന്റെ കുഞ്ഞാണല്ലോ. അവര് നേരിട്ടും ഇതിനു മുൻപ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോ അവരാണ് ഇതിന്റെ പുറകിൽ ചരട് വലിക്കുന്നത്. ടോണി അതിനനുസരിച്ച് തുള്ളുവാണ് ചെയ്യുന്നത്. അപ്പോൾ ജർമ്മനിയിലുള്ളവര് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറിയാനാ പറ്റിയതെന്ന് പറയുന്നു. മങ്ങാടുള്ള ലിറ്റിൽ ഫ്ലവർ ഓർഫനേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാല്ലേ എന്ന് അവര് പറയുവാണ്. ശേഷം ടോണിയോട് വന്ന് പറയുന്നുണ്ട്, ടോണി നീ ഇപ്പോൾ പോ, നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. ആ സമയത്ത് ടോണി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഷെറിന്റെ കുഞ്ഞ് എവിടെയാണെന്ന്. ടോണി പോകില്ല എന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വന്ന് പറയുവാണ്, അത് ജർമ്മനിയിൽ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക്
കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തുവെന്ന്, ഇത് ഓർഫണേജിൽ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അതൊക്കെ പറയുവാണേ. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ പോയി അന്വേഷിക്കുക എന്ന് തന്നെ ടോണി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് ഇത് കള്ളമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന് ടോണി പറയുവാണ്. കേസ് കൊടുത്താൽ കുട്ടീനെ ഹാജരാക്കേണ്ടി വരും എന്ന് ടോണി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആൽബിച്ചനാണെങ്കിൽ ടോണി ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ടോണിക്കെതിരെയും ഞങ്ങൾ കേസ് കൊടുക്കുകയും ഞങ്ങളെ പെങ്ങളെ കല്യാണം കഴിച്ച് 1.5 വർഷം ഗൾഫിൽ കൊണ്ടുപോയി പിടിപ്പിച്ച് ഇവിടെ ഭ്രാന്തിയാക്കി കൊണ്ടുവന്ന് വിട്ടു എന്ന് ഞങ്ങളും അങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ടോണി പറയുവാണ്, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഒന്ന് പ്രസവിച്ച പെണ്ണിനെ എൻ്റെ തലയിലും കൊണ്ട് കെട്ടിവെച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഇവിടെ എന്ന് ടോണി തിരിച്ചും ചോദിക്കുന്നുണ്ട്. പിന്നെ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ടോണി നേരെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. സിയമ്മയോടും മാമച്ചനോടും പറയുന്നുണ്ട്, ഞാൻ ഷെറിനെ ഇവിടെ കൊണ്ട് ഒന്ന് വിട്ടത് അബദ്ധമായോ എന്ന് തോന്നുന്നു. സിയം ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഷെറിന്റെ പപ്പ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ടോണി പറയുവാണ്, അയാളാണ് കട്ടക്കലിപ്പ്. രേവതിക്കുട്ടി അതിനുശേഷം ചോദിക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് എവിടെയാണെന്നുള്ള കാര്യം അറിഞ്ഞോ എന്ന്. ടോണി ആ സമയത്ത് പറയുവാണ്, അവര് അതൊന്നും പറയത്തില്ല, അവര് പറഞ്ഞില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്തും എന്ന് തന്നെയാണ് ടോണി പറയുന്നത്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, ഇവിടെ വരെ പെട്രോൾ കത്തിച്ചത് നഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും കുഞ്ഞിനെ കണ്ടെത്തും എന്ന ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ ഷെറിനാണെങ്കിൽ ടോമിയുടെ കൂടത്ത് പോകാൻ വേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഷെറിനെയും കൂട്ടി പോകാനാണെന്നാണ് ഷെറിൻ വിചാരിക്കുന്നത്. കണ്ണാടിയുടെ മുന്നിൽ പോയി ഒരുങ്ങിയിട്ട് നിന്ന് പറയുവാണ്, ഷെറിൻ എന്നെ ടോണിച്ചൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്, ഞാൻ പോകും, ഇവിടെ നിന്ന് പോകുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ കുറച്ച് ഉടുപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒളിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗിനകത്തേക്ക് പൂട്ടി വെക്കുന്നുണ്ട്. ഡോറ് തുറക്കാൻ പോകുന്ന സമയത്ത് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ആൻസിയെ വിളിച്ച് ലോക്ക് തുറന്നിട്ടുണ്ട്. ആൻസിയോട് ചോദിക്കുകയാണ്, ഇത് എന്തിനാ ലോക്ക് ചെയ്തിരുന്നത്? ആ സമയത്ത് പറയും, ഇപ്പോൾ തുറന്നല്ലോ. സമയത്ത് ആൻസി ചോദിക്കുക, നീ എവിടെ ഈ ബാഗുമായിട്ട്? സമയത്ത് ഷെറിൻ പറയുവാണ്, ഞാൻ ടോണിച്ചൻ്റെ കൂടെ പോകുവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ടോണി പോയല്ലോ എന്ന് ആൻസി പറയുന്നുണ്ട്. ആ സമയത്ത് ഷെറിൻ അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ടോണിച്ചൻ പോയിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയുവാണ്. എന്നെ കൊണ്ടുപോയത് ടോണിച്ചൻ പോകില്ല എന്ന് തന്നെ ഷെറിൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ആൻസി പറയുവാണ്, നിന്നെ കുറേ വിളിച്ചു. ആ സമയത്ത് ആൻസി പറയുവാണ്, നിന്നെ കുറേ നേരം വിളിച്ചു, വിളി കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. സമയത്ത് ഷെറിൻ പറയണം, ആൻസിച്ച് വെറുതെ പറയുന്നതാ. അകത്തേക്ക് അങ്ങനെ ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ റോയിച്ചനും പപ്പയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയണ അവള് ടോണിയുടെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അത് കാണുമ്പോൾ ആൽബിച്ചൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാഗുമായിട്ട്? സമയത്താണ് ആൻസി പറയുന്നത്, ടോണിയുടെ കൂടെ പോകാൻ ഇറങ്ങിയതാണെന്ന്. സമയത്ത് ഷെറിന്റെ പപ്പയാണെങ്കിൽ വഴക്ക് പറയുവാണ്, വെറുതെ ഇങ്ങനെ വട്ട് കാണിക്കാതെ റൂമിൽ പോയി ഇരുന്നു എന്ന്. കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ കുടുംബത്തിൽ ജനിച്ച ജന്തു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് ഷെറിനെ. അച്ഛനാണെങ്കിൽ ഷെറിനെ കണ്ണ് കാണിക്കുന്നുണ്ട് അകത്തേക്ക് കയറിപ്പോകും. ആ സമയത്ത് ഷെറിനാണെങ്കിൽ റൂമിലേക്ക് കയറിയിട്ട് വാതിലടച്ച് പൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ ടോണി കൊണ്ടുപോകാത്തതിൽ വിഷമം കൊണ്ട് പൊട്ടി കരയുവാണ് ഷെറിൻ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തിയാണ്. വൈജയന്തിയുടെ അടുത്തേക്ക് രോഹിത് വന്നിട്ട് ചോദിക്കുവാണ്, അമ്മ ഫ്രീ ആണോ എന്ന്. സമയത്ത് വൈജയന്തി ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ? ചാനൽ ചർച്ച വെക്കാനായിരുന്നു തത്സമയം എന്ന് പറയുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയാണ്, എന്നാ പിന്നെ നീ ക്യാമറയും ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് വാ എന്ന് പറയുവാണ്. അതെല്ലാം റെഡിയാണെന്ന് തന്നെ രോഹിത് പറയുന്നു. അങ്ങനെ ഭവിതയും കൃഷ്ണയും അവിടെ കയറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുവാണ്, പിന്നെ അലീനയെ കൂടെ വിളിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്ക് അലീന വരുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയുവാണ്, അലീനേച്ചി വരുമെന്ന് വിളിക്കുന്നുണ്ട്. കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. എന്നിട്ട് ഭവിതയും കൃഷ്ണമോളും ചോദിക്കുവാണ്, ഇതിനെന്തെങ്കിലും അവസാനം വേണ്ടി, ഇത് അന്യ വീടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുകയാണ്, ഇത് അന്യ വീടെന്നല്ല, ഇത് എൻ്റെ വീടാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്നോട് ആരും പറയത്തില്ല. സമയത്ത് കൃഷ്ണമോള് പറയുവാണ്, അമ്മ ഇവിടെ 2 ദിവസം കൂടെ നിന്ന് നോക്കുമ്പോൾ കമലാൻറ്റി തന്നെ ഇറങ്ങിപ്പോകാൻ അമ്മയോട് പറയുമെന്ന് പറയുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയാണ്, എന്നോട് കമലയിടത്തെയും ശിവേട്ടനും ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, സ്കൂളിലോ കോളേജിലോ പോകാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാ, ഞാൻ അവിടെ നിന്ന് പോയിക്കാളെന്ന് പറഞ്ഞല്ലോ, അവിടെ പോയാൽ ഒരു 4-5 ദിവസം അത്രേ ഞാൻ അവിടെ കാണുള്ളൂ. സമയത്ത് വൈജയന്തി പറയുവാണ്, ഞാൻ കുറേ കേട്ടതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ ഒട്ടും വിശ്വാസമില്ല തന്നെയാണ് വൈജയന്തി പറയുന്നത്. ഇനി എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് വൈജയന്തി അത് കേൾക്കുന്നതേ ഇല്ല. സമയത്ത് വീണ്ടും വൈജയന്തി പറയുകയാണ്, ഇത് തന്നെ നീ പല ദിവസമായിട്ട് എന്നോട് പറയുന്നു, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എന്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് സങ്കടപ്പെട്ട് നിൽക്കുവാണ് അലീന. സമയത്ത് അലീന പറയുവാണ്, ദേഹത്തൊരു മുറിവ് പറ്റിയാൽ അത് മരുന്ന് വെച്ച് മാറ്റാൻ സാധിക്കും.
പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവ് പറ്റിയാൽ അതിന് മരുന്നില്ല, അത് വ്രണപ്പെട്ട് കിടക്കും എന്ന് അലീന വിഷമത്തോടു കൂടി പറയുവാണേ. ആ സമയത്ത് ഒരു ഗൗരവത്തോടെ ഇരിക്കുന്ന വൈജയന്തിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.